ആരംഭിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ 2004 നമ്മൾ ഈ ഫെസ്റ്റിവൽ ആരംഭിച്ചത്. അപ്പോൾ അത് 20ാമത് എഡിഷനിൽ എത്തി നിൽക്കുകയാണ്. നിരവധി ചലച്ചിത്ര അനുബന്ധ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ വികേന്ദ്രീകൃതമായ ഫെസ്റ്റിവലുകളും എല്ലാം നടത്തി ഇതിനകം നമ്മൾ ഈ ജില്ലയിൽ, കേരളത്തിൽ ആകമാനം ശ്രദ്ധേയമായി കഴിഞ്ഞിട്ടുണ്ട്. 20ാമത് ഫെസ്റ്റിവൽ നമ്മൾ സമർപ്പിച്ചിരിക്കുന്നത് ഷാജി എൻ കരുൺ സാറിന്റെ പേരിലാണ്. ഒപ്പം വൈവിധ്യവും ചെറുത്തുനിൽപ്പും എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് ഈ ഫെസ്റ്റിവൽ അരങ്ങേറുന്നത്. ഈ ഫെസ്റ്റിവലിന്റെ ഒരു പ്രധാന പ്രത്യേകത നവാഗത സിനിമാ സംവിധായകരുടെ സിനിമകൾക്ക് ഗൗരവമായ ഇടം മുൻപ് നൽകിപ്പോകുന്നതിനേക്കാൾ കൂടുതൽ നാം ഈ വർഷം നൽകിപ്പോരുന്നു എന്നുള്ളതാണ്. 4 വിഭാഗങ്ങളിലായിട്ടാണ് ഈ വർഷത്തെ അവാർഡുകളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഷാജി എൻ കരുൺ ഫിലിം അവാർഡ്, അതുപോലെ തന്നെ അരുണ വാസ്തവ് ഫിലിം അവാർഡ്, കെ രവീന്ദ്രനാഥൻ നായർ ഫിലിം അവാർഡ്, ഡൊരോത്തിയ മച്ചിങ്ങൽ ഫിലിം അവാർഡ്, ചെലവൂർ വേണു ലൈഫ് ഫിലിം അവാർഡ് ഫോർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ഫിലിം സൊസൈറ്റികൾക്കുള്ള അവാർഡുകളാണ്. ഇങ്ങനെ ഈ രീതിയിൽ വലിയ തരത്തിൽ അവാർഡുകളും നിരവധി സിനിമകളും ഈ ഫെസ്റ്റിവലിൽ എത്തുന്നു എന്നുള്ളത് ഇതിന്റെ സവിശേഷതയായി പറയാവുന്നതാണ്. വൈകിയ വേളയിൽ കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഇതിന്റെ ഇതിലേക്ക് കടക്കുകയാണ്. നമ്മുടെ വേദിയുടെ അധ്യക്ഷൻ MP സുരേന്ദ്രനാണ്. മാതൃഭൂമിയിലെ സീനിയർ പത്രാധിപരാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട മേയർ MK വർഗീസ് ആണ്. അദ്ദേഹത്തെ തൃശൂർ കോർപ്പറേഷൻ മേയറെ ബഹുമാനത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശശികുമാർ സാറാണ്. ശശികുമാർ സാറ് 2004 നമ്മുടെ 1ാമത്തെ ഫെസ്റ്റിവലിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ അന്നത്തെ കായാ തരുൺ എന്ന സിനിമ നമ്മൾ ആ വേദിയിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. അതിന്റെ ഉദ്ഘാടന സിനിമ കൂടിയായിരുന്നു. അദ്ദേഹം നിർമ്മാണവും സംവിധാനവും തിരക്കഥയും ഒക്കെ ചെയ്ത സിനിമയായിരുന്നു അത്. ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസത്തിന്റെ ചെയർമാനാണ്. ഒപ്പം നടൻ കൂടിയാണ്. ലൗഡ് സ്പീക്കർ പോലുള്ള സിനിമയിൽ എന്റെ മൊഴി എന്ന സിനിമയിൽ എല്ലാം അഭിനയിച്ചിട്ടുണ്ട്. ശശികുമാർ സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുഖ്യ അതിഥികളായിട്ടുള്ളത് വിഖ്യാത ഫിലിം ഡയറക്ടർ ബിജു ദാമോദരൻ സാറാണ്. അദ്ദേഹം നമ്മുടെ കഴിഞ്ഞ വർഷം ജൂറിയാണ്, ഈ വർഷവും നമ്മുടെ ജൂറിയാണ്, ജൂറി ചെയർമാനാണ്. ബിജു ദാമോദരൻ സാറെ സാദരം സ്വാഗതം ചെയ്യുന്നു. തൃശ്ശൂർക്കാർക്ക് ഏറ്റവും പരിചിതനായ പ്രിയാനന്ദനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫെസ്റ്റിവൽ ഡോക്ടർ ശ്രീയാൻ ജോസഫാണ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള ഡോക്ടർ ഗോപിനാഥൻ, നമ്മുടെ IFFD അഡ്വൈസർ, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫെസ്റ്റിവൽ നോട്ട് ചെറിയാൻ ജോസഫ് വിശദമാക്കും, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ചിത്രാംഗന, ഈ വർഷം നമ്മളോടൊപ്പം ഉള്ള ചിത്രാംഗന 10-40ഓളം അവരുടെ മെമ്പർമാരെ വരികയും ഈ ഫെസ്റ്റിവലിനെ കുറെ കൂടി ഗൗരവപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ചിത്രാംഗനയുടെ പ്രസിഡന്റ് കുസുമൻ ജോസഫിനെ സ്വാഗതം ചെയ്യുന്നു. വിഖ്യാത നടൻ സുനിൽ സുഗതയെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നന്മ ഫൈൻ ആർട്സ് അസോസിയേഷന്റെ TV ബാലകൃഷ്ണനെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ രാജേഷ് കെ, യു രാധാകൃഷ്ണൻ, ആർട്ടിസ്റ്റ് ജോഷുവ, ഗോപികൃഷ്ണൻ, അജിത എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനായി സുരേന്ദ്രൻ സാറെ ക്ഷണിച്ച് നിർത്തുന്നു. നമ്മുടെ പ്രിയപ്പെട്ട
മുഖ്യാതിയായിട്ടുള്ള ആരാധ്യനായിട്ടുള്ള മേയർ MK വർഗീസ്, ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ശശികുമാർ, മറ്റു പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹപൂർണ്ണമായിട്ടുള്ള വന്ദനം. പ്രിയനന്ദനെയും ബിജുവിനെയും പോലുള്ള ഫിലിം മേക്കേഴ്സ് ഇവിടെ നമ്മോടൊപ്പം ഉണ്ട്. പിന്നെ ആദ്യമായിട്ട് നമ്മൾ ചിത്രാങ്കന ആരംഭിച്ചപ്പോൾ അതിന് വലിയ വരവേൽപ്പാണ് തൃശ്ശൂരിൽ നിന്ന് ലഭിച്ചത്. അതാണ് ഞങ്ങൾക്ക് ഇത്തവണത്തെ ഏറ്റവും വലിയ ആത്മീയ ശക്തി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ സിനിമകളും ഞങ്ങൾ വരാൻ പോകുന്ന സിനിമകളെല്ലാം സ്ത്രീ കേന്ദ്രീകൃതമായ പ്രമേയമുള്ളതാണ്. അതുപോലെ തന്നെ നവാഗതരായിട്ടുള്ള സ്ത്രീ സംവിധായകർ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഒരു ചലച്ചിത്രമേളയും ഇതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് ഈ ഒരു മേള സാംസ്കാരിക നഗരമായ തൃശ്ശൂരിൽ അവതരിപ്പിക്കാൻ. ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത്. സാമ്പത്തികമായുള്ള പ്രതിസന്ധിയുടെ കണക്കുകളൊന്നും ഞാനിവിടെ അവതരിപ്പിക്കുന്നില്ല. എനിക്ക് ഇവിടെ ഏക പ്രതീക്ഷയുള്ളത് നമ്മുടെ ആരാധനായ മേയർ MK വർഗീസിലാണ്. അദ്ദേഹം ഒരു V കാണിച്ചാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ഉറപ്പാണ്. ഒരു V അദ്ദേഹം കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്രമാത്രം പ്രതിസന്ധികൾ ഈ തിയേറ്റർ ഏറ്റെടുക്കാൻ തന്നെ സാധാരണഗതിയിൽ നമ്മളൊരു ഫെസ്റ്റിവൽ നടത്തുമ്പോൾ തിയേറ്ററിനൊക്കെ നമുക്കൊരു മിനിമം ആയിട്ടെങ്കിലും നമുക്കൊരു ഡിസ്കൗണ്ട് ഒക്കെ ലഭിക്കാറുണ്ട്. അതുപോലും ലഭിക്കാതെയാണ് നമ്മളിവിടെ ഈ തിയേറ്റർ തുടങ്ങിയത്. അത് മുഴുവൻ പണവും കൊടുക്കണം എന്നുള്ള നിബന്ധന വന്നു. ഒരുപാട് നിബന്ധനകൾ ഞാൻ വിശദീകരിക്കുന്നില്ല. അത് പിന്നീട് സിനിമയ്ക്ക് ശേഷം നമുക്കൊരു പോസ്റ്റ്മോർട്ടം സെഷൻ നടത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇത് നമ്മൾ വിചാരിച്ചതുപോലെ ഇന്ന് അത് സഫലമാവുകയാണ്. നമ്മുടെ എല്ലാ അതിഥികൾക്കും സ്വാഗതം. നല്ല സിനിമകളുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ വൈവിധ്യവും ആണ്. അത് ഈ സിനിമയിൽ ഇത്തവണത്തെ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ലോകം എന്ന് പറയുന്നത് അത് റെസിസ്റ്റൻസും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലോകത്ത് അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്ന അനവധി അസഹിഷ്ണുത നിറഞ്ഞ ഒരു ലോകത്തിൽ നിന്നുകൊണ്ട് സഹിഷ്ണുതയ്ക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ആവേശപൂർണമായിട്ടുള്ള ഒരു വലിയ ലോകത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ചിരുന്ന് സിനിമ കണ്ട് നമുക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയാം, ഞങ്ങൾ ആഗ്രഹിക്കുന്നു ശാന്തി, സമാധാനം. നന്ദി. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ഉത്സവം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനായ ശ്രീ ശശികുമാർ, ചെയർമാൻ, ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം, അതുപോലെ തന്നെ ഇതിൻ്റെ അധ്യക്ഷൻ ശ്രീ MP സുരേന്ദ്രൻ, മറ്റു വേദിയിലുള്ള സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, സിനിമാ ലോകത്ത് നിന്ന് സ്വപ്നം കണ്ട് നടക്കുന്നവരുണ്ട് ഇതിനകത്ത് കുറേ പേര്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ സ്ത്രീ സമൂഹം സംവിധാന രംഗത്ത് പ്രവർത്തിക്കുന്നവർ, സിനിമയെ ഇഷ്ടപ്പെടുന്നവർ, എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. 2004 തൃശ്ശൂർ കോർപ്പറേഷൻ്റെ അമരക്കാരനായിരുന്ന ശ്രീ K രാധാകൃഷ്ണൻ്റെ കാലഘട്ടത്തിലാണ് ശ്രീ ചെറിയൻ ആദ്യമായി കോർപ്പറേഷനിലേക്ക് എത്തുന്നത്. കോർപ്പറേഷൻ തുടങ്ങിയ അവസാനത്തെ ഘട്ടത്തിലെത്തുമ്പോഴാണ് അദ്ദേഹം ഞാനും തമ്മിൽ പരിചയപ്പെടുന്നത്. അന്ന് K രാധാകൃഷ്ണൻ പരിചയപ്പെടുത്തി തന്നതാ ശ്രീ ചെറിയാൻ. അതിനുശേഷം ഇന്ന് വരെ ചെറിയാൻ കൊണ്ടുവരുന്ന ഒരു തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ നിരാകരിച്ചൊരു ചരിത്രം കോർപ്പറേഷനില്ല. കാരണം മറ്റു പലതും വന്നിട്ടുണ്ടെങ്കിലും ഇത് പൊതുജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവേശകരമായി പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണെന്നും ഇത് ആവശ്യമാണെന്നും എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ്. ബാക്കി പലതും വരുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ സമയമായി കഴിഞ്ഞാൽ ചെറിയാൻജി അവിടെ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് പറയും ഇന്ന ദിവസം ഇത് തുടങ്ങി വയ്ക്കും, എല്ലാവിധ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. അദ്ദേഹത്തിൻ്റെ കത്ത് ഇന്നലെ വന്ന് ചോദിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ എന്തായി? ഞാൻ വളരെ ഭംഗിയായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതും ഞങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. കാരണം ഇതൊക്കെ നേരം വൈകുന്നത് സർക്കാരിലേക്ക് പോയതിന് ശേഷം മാത്രമേ ഇവർക്കത് ലഭിക്കുകയുള്ളൂ. ശരിയല്ലേ? അതിനുള്ളൊരു വൈകലാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് നാളിതുവരെ എല്ലാ വർഷവും ഞങ്ങൾ അദ്ദേഹത്തിന് ലിമിറ്റ് വെച്ച ഫണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം അത് പുതിയ തലമുറയ്ക്കും പുതിയ സംവിധാനങ്ങൾക്കും സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ
മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സാംസ്കാരിക തലസ്ഥാനത്തിലെ ഇരിക്കുന്ന ഒരു മേയർ എന്ന നിലയ്ക്ക് അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളത് കൊണ്ട് അത് കണ്ടിന്യൂ ആയി ഇന്ന് വരെ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും മുന്നോട്ട് പോകുന്നുണ്ട് എന്നതിൽ പ്രത്യേകം ഞാൻ നിങ്ങളെ എല്ലാവരെയും കൂടി അത് അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വേദിയിൽ ബഹുമാനപ്പെട്ട മേയർ അടക്കമുള്ള വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, സിനിമാ പ്രേമികളെ, ഇത് ചെറിയാൻ്റെ സാഹസത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ ഈ ഫിലിം സൊസൈറ്റിയും 20 വർഷത്തിന് ശേഷം തുടർച്ചയായി ഒരു കൊല്ലവും മുടങ്ങാതെ നടത്തിക്കൊണ്ടു പോകുന്ന ഈ ഫെസ്റ്റിവൽ, അതിനൊരു പ്രത്യേകതയുണ്ട്. ആൻഡ് ഓർമ്മയിൽ കേരളത്തിൽ തന്നെ ഇതൊരു യുണീക്ക് ഫെസ്റ്റിവലാണ്. കാരണം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയൊക്കെ ഒരുപാട് ഫണ്ട്സും വലിയ തോതിലൊരു വലിയ ക്യാൻവസിൽ ആണത് കൊണ്ടു നടക്കുന്നത്. പക്ഷെ ചെറിയാൻ ഇത് ഒരു ഫിലിമിനുള്ള ഒരു പാഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു മഹത്തായ വേണമെങ്കിൽ ഒരു ഉദാഹരണമാണ് ചെറിയാൻ. സിനിമ എന്ന് നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു സാഹചര്യമാണ്. സാങ്കേതിക വെല്ലുവിളികൾ എന്ന് വെച്ചാൽ ടെക്നോളജി ഹാസ് ഓവർടേക്കൺ സിനിമ എന്നുള്ളതാണ് ആ വെല്ലുവിളി. ഇന്നത്തെ ഡിജിറ്റൽ ടെക്നോളജിയും സിനിമ പഴയതായി പോയോ, സെല്ലുലോയിഡ് ടെക്നോളജി പഴയതായി പോയോ എന്നുള്ള സംശയം. ആ മാറ്റത്തിന് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? സെല്ലുലോയിഡ് ആർട്ട് ആൻഡ് സെല്ലുലോയിഡ് ടെക്നോളജി, ഇതൊക്കെ നമ്മളത് ഉൾക്കൊണ്ട് അതെങ്ങനെയാണ് ഭാവിയിൽ ഇതിൻ്റെ എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ പ്രവണതകൾ എന്നുള്ള പോലും നമുക്ക് തീർച്ചപ്പെടുത്താനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ദി ചേഞ്ച് ഇസ് സോ ഫാസ്റ്റ്, സോ ഇൻസ്റ്റന്റ്, ദിസ് ചേഞ്ച് ഇസ് ഹിയർ ആൻഡ് നൗ എന്നുള്ള രീതിയിലാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഇന്ന് സാധാരണ രീതിയിൽ നമ്മളിന്ന് പുതിയ തലമുറ സിനിമ അടക്കം എല്ലാം കാണുന്നത് സ്മാർട്ട് ഫോണിലാണ്. അതൊരു സീരിയലാണെങ്കിലും ഒരു റീലാണെങ്കിലും 30 സെക്കൻഡ് റീലാണെങ്കിലും 30 മിനിറ്റിന് ഡോക്യുമെന്ററി അല്ലെങ്കിൽ ഡോക്യുഫിക്ഷൻ ആണെങ്കിലും 5-10 എപ്പിസോഡുള്ള പരമ്പരകളാണെങ്കിലും 1-2 മണിക്കൂർ ദീർഘമുള്ള സിനിമയാണെങ്കിലും എല്ലാം കൺസ്യൂം ചെയ്യുന്നത് മിക്കവാറും പുതിയ തലമുറ ഈ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലാണ്. അത് തന്നെ ഒരു വലിയ വെല്ലുവിളിയാണ്. കാരണം നമ്മുടെ സിനിമയുടെ സിനിമയുടെ എസ്തെറ്റിക്സ്, അതിൻ്റെ സ്പേഷ്യൽ റിലേഷൻഷിപ്പ്, അതൊക്കെ ഒരു സ്ക്രീനിൽ കണ്ടാലാണ് അതിനാണ് ആ ഒരു ആർട്ട്, ആ ഒരു രീതിക്കാണ്, ആ ഒരു ഫ്രെയിം വർക്കിന് വേണ്ടിയിട്ടാണ് ആ ആർട്ട് ആക്ച്വലി പെർഫെക്റ്റ് ആയിട്ട് വന്നത്. അതിലൊരുപാട് ഘട്ടങ്ങൾ കടന്നിട്ടാണ് അങ്ങോട്ട് വരുന്നത്. നമുക്കറിയാം, ഞാൻ എൻ്റെ എന്താ പറയുക മാധ്യമ പ്രവർത്തനം തുടങ്ങുന്നത് തന്നെ സിനിമാ നിരൂപകനായിട്ടാണ്. അങ്ങനെയാണ് ഞാൻ ഈ മാധ്യമ ലോകത്തേക്ക് കടക്കുന്നത്. പത്രമാധ്യമം അല്ലെങ്കിൽ ടെലിവിഷൻ മാധ്യമത്തിലൂ കൂടെയല്ല. ഞാൻ ഹിന്ദുവിൻ്റെ 1970-കളുടെ അവസാനം തൊട്ട് മറ്റേ സിനിമ നിരൂപകനായി. എന്ന് വെച്ചാൽ സിനിമയെ പറ്റി ഒരു റിവ്യൂ ചെയ്യുന്ന രീതിയിലല്ല, പക്ഷെ ഒരു അനാലിസിസ് ഓഫ് സിനിമ. പിന്നെ എല്ലാ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസും ഞാൻ ഹിന്ദുവിന് ഒരു 10 കൊല്ലെങ്കിലും കവർ ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. അതുകൊണ്ട് സിനിമ എനിക്ക് അന്നും ഇന്നും എൻ്റെ ഒരു വലിയ പാഷനാണ്, മോസ്റ്റ് പാഷൻ. അപ്പം ഈ മാറ്റങ്ങൾ ഞാൻ വളരെ നിരീക്ഷിച്ച് വരുന്നുണ്ടെന്നുള്ളതാണ്. അത് സിനിമയെ പറ്റി ഞാൻ കഴിയുന്നതും ഒരുപാട് സിനിമകൾ കാണും. ഇപ്പം മലയാളത്തിലുള്ള മിക്കവാറും സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ടാവും. OTT പ്ലാറ്റ്ഫോംസിൽ വരുന്നതാണെങ്കിൽ എല്ലാം കണ്ടിട്ടുണ്ടാവും. തിയേറ്ററിൽ പോകുന്നത്, ഞാൻ മദ്രാസിലാണ് താമസിക്കുന്നത്, ചെന്നൈയിലാണ്, അവിടെ വരുന്നതെല്ലാം ഞാൻ കാണും. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അതിൽ കാണാനുണ്ട്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു ഈ ഫെസ്റ്റിവലിൻ്റെ തീംസ്. ഒന്ന് വിമൻ ഫിലിം മേക്കേഴ്സ്, സ്ത്രീകൾ, സിനിമ ഉണ്ടാക്കുന്ന സ്ത്രീകൾ. രണ്ടാമത് ന്യൂ ഫിലിം മേക്കേഴ്സ്. ഇത് രണ്ടിനും വലിയ പ്രസക്തിയുണ്ട്. കാരണം പുതിയ ഫിലിം മേക്കേഴ്സ് ഇപ്പോൾ മലയാളത്തിൽ വരുന്ന പുതിയ സിനിമകൾ കാണുമ്പോൾ അതിലിവിടെ 1-2 പലപ്പോഴും കണ്ട മുഖങ്ങളും ചെയ്തവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ചിലർ
ഇറ്റ്സ് വെരി യുണീക്ക്. ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്തിലും ഇത്ര വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സിനിമ കൾച്ചർ ഇല്ല എന്നുള്ളത് വളരെ കാറ്റഗോറിക്കായിട്ട് പറയാം. വേറൊരു സംസ്ഥാനത്തും ഇല്ല. കേരളത്തിലെ ഈ സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, മലയാളത്തിൽ ഇന്ത്യയിലൊട്ടാകെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, പുറമേയും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ തീംസ്, അതിൻ്റെ നോവൽറ്റി, അതിൻ്റെ എന്താ പറയുക, വ്യത്യസ്തപ്പെട്ട രീതിയിലുള്ള ടാക്ലിംഗ് ഐഡിയാസ്. ഉദാഹരണത്തിന് മലയാളത്തിൻ്റെ ഭാഷ തന്നെ, എൻ്റെ മലയാളം മോശമാണെന്ന് ഞാൻ അത് തന്നെ പറഞ്ഞോട്ടെ, കാരണം ഞാൻ കേരളത്തിൽ പഠിച്ചിട്ടില്ല, ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മലയാളം ഈസ് അക്വയർഡ് മലയാളം. എന്നാലും മലയാള ഭാഷയുടെ വ്യത്യാസം തന്നെ നമുക്ക് സിനിമകളിൽ കാണാം. ഇപ്പോൾ കണ്ണൂർ ഒരു സെറ്റിങ്ങുള്ളൊരു സിനിമയാണെങ്കിൽ പഴയ മലയാളം സിനിമകളിലൊക്കെ അതൊരു കാരിക്കച്ചറായിട്ട് വരിക. ഒരാൾ ഒരു ക്യാരക്ടർ ഒരു കണ്ണൂർ ഭാഷയിൽ സംസാരിക്കുക, അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഷയിൽ സംസാരിക്കുക, തിരുവനന്തപുരം ഭാഷയിൽ സംസാരിക്കുക. അത് മാറി ഇപ്പം സ്വാഭാവികമായിട്ട് ദി എൻറ്റയർ ഫിലിം അൺഫോൾഡ്സ് ഇൻ ദാറ്റ് ലാംഗ്വേജ്, ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ്. അതിൻ്റെ ലാംഗ്വേജ് ഈഡിയം തന്നെ അതിനൊരു അപ്പോളജി ഇല്ല. അതിനൊരു കാരിക്കേച്ചർ എന്ന് പറയുമ്പോൾ ഒരു അപ്പോളജി പോലെയാണ്, അതില്ല. ഇറ്റ്സ് എൻ അസേർഷൻ ഓഫ് എ ലോക്കൽ ഐഡന്റിറ്റി. ഇതൊരു വലിയ മാറ്റമാണ്, നമ്മളിത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇതൊരു ലോക്കൽ ഇസ് സ്പെസിഫിക്, ദ ലോക്കൽ സ്പെസിഫിക് സിനിമ എന്ന് പറയുന്നത് അത് ആ പടങ്ങളുടെ അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ മാത്രമല്ല, അല്ലെങ്കിൽ ബിഹേവിയറൽ പാറ്റേൺസ്, അല്ലെങ്കിൽ ഉടുപ്പ്, അല്ലെങ്കിൽ സംസാരം, ആ ലോക്കൽ ലാംഗ്വേജ് ഇല്ല, അതിൻ്റെ ലോക്കൽ കൊളോക്കിയലിസംസ്, അതൊക്കെ അതിൻ്റെ സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. അല്ലാണ്ട് ഒരു ഹ്യൂമർ ട്രാക്ക് ആയിട്ടല്ല. അത് തന്നെ ഒരു റിയലൈസേഷൻ ഓഫ് ദി വെറൈറ്റി ഓഫ് കേരളാസ് കൾച്ചറായിട്ട് വരുന്നു എന്നുള്ളതാണ്. ഇത് ഈ ഡിജിറ്റൽ ടെക്നോളജി ആയിട്ട് ഒരുപാട് ഇതിന് റിലേഷൻഷിപ്പ് ഉണ്ട്. കാരണം ഡിജിറ്റൽ ടെക്നോളജിയിൽ പറ്റുന്നത് നമ്മൾ അനലോഗ് ടെക്നോളജിയിൽ ഒരു നാരേഷനാണ്. നാരേഷൻ ഇങ്ങനെ പറഞ്ഞു പോവാണ്. പക്ഷെ ഇതിൽ പെർട്ടിക്കുലാരിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ്, അവരുടെ ലുക്ക്, അവരുടെ ഹാബിറ്റ്, അവരുടെ സ്പോക്കൺ സ്റ്റൈൽ, പുതിയ മിൻറ്റിങ് എ ന്യൂ ലാംഗ്വേജ് എന്ന് പറയാം വേണമെങ്കിൽ, ന്യൂലി മിൻറ്റഡ് ലാംഗ്വേജ്, അതാണ് ആ പ്രക്രിയ നമുക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ആ ഒരു ഉദാഹരണം മറ്റു സംസ്ഥാനങ്ങളിൽ ഇതുവരെ അനുകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തമിഴിൽ എനിക്ക് കാണാൻ പറ്റും. തമിഴിൽ ചില യങ് ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ ദളിത് ഫിലിം മേക്കേഴ്സ് ഒക്കെ ചെയ്യുന്നത് ശരിക്കും കേരളത്തിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് അത് മുന്നോട്ട് വരുന്നത്. അവരത് സമ്മതിക്കുന്നുണ്ട്. പലരും രഞ്ജിത്തിനോടോ മറ്റുള്ള അതുപോലെയുള്ള ഡയറക്ടേഴ്സിനോട് ചോദിച്ചാൽ അവർ പറയും, മലയാളത്തിൽ വരുന്നത് കണ്ടിട്ട് നമുക്ക് തമിഴ് സിനിമ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പഴയ ഫ്യൂഡൽ സ്റ്റൈലിലേക്ക് മാറിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ താരങ്ങളെ മാത്രം ആകർഷിക്കുന്ന, അല്ലെങ്കിൽ അടിസ്ഥാന ബേസ്ഡ് ഓൺലി ഓൺ സ്റ്റാർഡം. അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഡെമോക്രറ്റൈസ്ഡ് ഡിജിറ്റൽ ഇസ് ഡെമോക്രാറ്റിക് എന്നുള്ളതാണ് എൻ്റെ ഞാൻ പറയാൻ ഒരുങ്ങിയ ചുരുക്കം. കാരണം ഡിജിറ്റലിൻ്റെ ഒരു സവിശേഷത, ഡിജിറ്റൽ ഈ നമ്മുടെ സംസ്കാരത്തെ പറ്റി പറയുമ്പോൾ ഒരു ഒരു തെറ്റിദ്ധാരണ എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം, അത് വലിയൊരു സംഭവമായിരിക്കണം എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. സംസ്കാരം എന്ന് പറഞ്ഞാൽ കഥകളി ആയിരിക്കണം, അല്ലെങ്കിൽ ഭരതനാട്യമായിരിക്കണം, അല്ലെങ്കിൽ കർണാടക സംഗീതമായി, അതൊക്കെയാണ് വലിയ സംസ്കാരം. പിന്നെ ചെറിയ സംസ്കാരം, ലെസർ ആൻഡ് ഗ്രേറ്റർ ക്ലാസിക്കൽ ഫോക്ക്, ആ വ്യത്യാസം പണ്ടേ ഉണ്ട്. പക്ഷെ അതുകൂടാതെ ദാറ്റ് കൾച്ചർ ഇസ് ഇൻ ദി എവറി ഡേ. റേമൺ വില്യംസ് എന്ന് പറയുന്ന ഒരു ഫേമസ് മാർക്സിസ്റ്റ് കൾച്ചറൽ തിങ്കർ ആൻഡ് ലാംഗ്വേജ് എക്സ്പേർട്ട്, അദ്ദേഹം പറഞ്ഞു, കൾച്ചർ ഇസ് ദി എവറി ഡേ, കൾച്ചർ ഇസ് ദ കൊട്ടിഡിയൻ. എന്ന് വെച്ചാൽ ദൈനംദിനം നടക്കുന്ന കാര്യങ്ങളാണ് സംസ്കാരം. അതിലേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കി അത് നമ്മൾ തന്നെ അനുഭവിക്കുക, നമ്മൾ അത് റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കൾച്ചറൽ പ്രാക്ടീസ്. അല്ലെങ്കിൽ ഇത് ആരോ അടിച്ചേൽപ്പിക്കുന്ന ഒരു വലിയൊരു ആർട്ടിഫിഷ്യൽ കൾച്ചറിൻ്റെ പിന്നാലെ നമ്മൾ അതനുകരിച്ച് അതാണ് നമ്മുടെ സംസ്കാരം എന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതിൽ, കൊട്ടി ആഘോഷിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് ഇന്നത്തെ പുതിയ നവസിനിമ എന്താ പറയുക, ചെറുപ്പക്കാർ സിനിമ എടുക്കുന്നവരും അതിൽ അഭിനയിക്കുന്നവരും അത് സ്ക്രിപ്റ്റ് ചെയ്യുന്നവരും ഒക്കെ ദേ ഹാവ് പ്രൂവൻ ടു അസ്. അത് അവർ ശരിക്കും നമ്മളെ അത് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ആ ടെക്നോളജിയിൽ ഒരു വ്യത്യാസം കൊണ്ടാണ് നമുക്ക് ഈ ഡിജിറ്റൽ ടെക്നോളജി എന്ന് പറയുന്നത് തന്നെ, ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് സ്പ്ലിറ്റിംഗ് ഇൻ ടു ദി ആറ്റോമിക്, ഇറ്റ് സ്പ്ലിറ്റിംഗ് ഇൻ ടു ഇറ്റ്സ് വെരി മെനി പാർട്സ്, ലുക്കിംഗ് അറ്റ് ദി ലോക്കൽ, അറ്റ് ദി സ്മോൾ.
നമ്മൾ പണ്ടൊക്കെ പറയാറില്ല ടു സീ ദ വേൾഡ് ഇൻ എ ഗ്രെയിൻ ഓഫ് സ്റ്റാൻഡ് എന്ന് പറയും ഇംഗ്ലീഷിലൊക്കെ. അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. രണ്ടാമത് നേരത്തെ പറഞ്ഞു നമ്മളിപ്പോൾ അസഹിഷ്ണുത, പിന്നെ ഇൻടോളറൻസ് മാത്രമല്ല അൺട്രൂത്തിൻ്റെ ഒരു സമയമാണ് ഇപ്പോൾ. കാരണം സത്യം എന്താണ്, സത്യാവസ്ഥ എന്താണെന്നുള്ളതിൽ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അസത്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം, മുൻതൂക്കം എന്ന് വേണമെങ്കിൽ പറയാം ഈ കാലഘട്ടത്തിൽ. അതിനെ നമ്മൾ പോസ്റ്റ് ട്രൂത്ത് എന്ന് വിശേഷിപ്പിക്കുന്നു. പോസ്റ്റ് ട്രൂത്ത് എന്ന് വെച്ചാൽ ബിയോണ്ട് ട്രൂത്ത്. ബിയോണ്ട് ട്രൂത്ത് കൻ ഓൺലി ബി ഫാൾസ്, കൻ ഓൺലി ബി അൺട്രൂത്ത്. സോ സിനിമ അല്ലെങ്കിൽ ഫിക്ഷണൽ ഫോംസ്, ക്രിയേറ്റീവ് ഫോംസ് ഓഫ് എക്സ്പ്രഷൻ become more important than factual forms of expression ഈ കാലഘട്ടത്തിൽ. പ്ലേറ്റോ പണ്ട് പറഞ്ഞിട്ടുണ്ട്, പോയട്രി കംസ് ക്ലോസർ ടു വൈറ്റൽ ട്രൂത്ത് ദൻ ഹിസ്റ്ററി. പോയട്രി കംസ് ക്ലോസർ ടു വൈറ്റൽ ട്രൂത്ത് ദൻ ഹിസ്റ്ററി. ഞാൻ തർജ്ജമ ചെയ്യാൻ ശരിയാവില്ല ചിലപ്പോൾ. കവിതയാണ് ചരിത്രത്തെക്കാൾ അല്ലെങ്കിൽ ഇതിഹാസത്തെക്കാൾ കൂടുതൽ സത്യാവസ്ഥയുടെ മൂല്യം മനസ്സിലാക്കാൻ പറ്റുന്നത് കവിത. കാരണം ഒരു കവിതയുടെ ഒരു 4 ലൈൻ, ഹൈക്കു പോയിട്ട് 4 ലൈനിൽ യു ഹാവ് ക്യാപ്ചേർഡ് ദി എൻറ്റയർ വേൾഡ്. ടു സീ ദ വേൾഡ് ഇൻ എ ഗ്രെയിൻ ഓഫ് സാൻഡ് എന്ന് പറയുന്നത് ആ പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ സത്യം എന്ന് പറയുന്നതും ഫാക്ട്സ്. ഇപ്പൊ പത്രപ്രവർത്തകത്തിൽ നമ്മൾ ഫാക്ട്സിന് വി ചേസ് ഫാക്ട്സ്, ബട്ട് ഫാക്ട് ഇസ് നോട്ട് ട്രൂത്ത്. അപ്പൊ ട്രൂത്തിന് ശരിക്കുമുള്ള ഒരു മീഡിയം ക്രിയേറ്റീവ് എക്സ്പ്രഷനാണ്, സിനിമയാണ്, പെയിന്റിംഗ് ആണ്, സ്കൾപ്ചറാണ്. നോട്ട് റൈറ്റിംഗ് ഹിസ്റ്ററി. ഹിസ്റ്ററി ഈസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് നോട്ട് ആസ് ഇമ്പോർട്ടൻറ്റ്. നോട്ട് ജേർണലിസം. കാരണം ജേർണലിസം ഇസ് ബിക്കം പാർട്ട് ഓഫ് ദ പ്രോബ്ലം. കാരണം ജേർണലിസ്റ്റ് പറയുന്നതിൽ എത്ര സത്യമുണ്ട്, എത്ര അസത്യമുണ്ടെന്നൊക്കെ നിരീക്ഷിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ. അപ്പോൾ ഈ പുതിയ ഒരു സിനിമയുടെ ഒരു പുതിയ പ്രാധാന്യം, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇൻ ആർ ഡേ ആൻഡ് ടൈം, അത് ഞാൻ ചൂണ്ടിക്കാട്ടാനാണ് ഇത് പറഞ്ഞു വന്നത്. പിന്നെ ഒരു പ്രശ്നമുള്ളത് ഈ സിനിമയെ വേറൊരു വെല്ലുവിളി, സാങ്കേതിക വെല്ലുവിളി എന്ന് പറയാവുന്നത് ഈ അറ്റൻഷൻ സ്പാൻ ഈസ് കൊളാപ്സിങ്. നമുക്കറിയാം പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഒരു സിനിമ കാണാമെന്ന് പറഞ്ഞാൽ ഇത് പാഷൻ കൊണ്ട് കാണും. പക്ഷെ അവരുടെ ഒരു സ്വഭാവപ്രകാരം അല്ലെങ്കിൽ അവരുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് പ്രകാരം അല്ലെങ്കിൽ ദർ ഹാബിറ്റ് ഫോർമേഷൻ ഇസ് ദാറ്റ് ദർ യൂസ് ടു ഷോർട്ടർ ആൻഡ് ഷോർട്ടർ. അത് റീൽസാണ്. നമ്മൾ വിഷ്വൽ ഇപ്പോൾ ഫോണിൽ മിക്കവാറും ചെറുപ്പക്കാരോട് ചോദിച്ചാൽ റീൽസ് പറഞ്ഞാൽ 30 സെക്കൻഡ്, 1 മിനിറ്റ്, മാക്സിമം 2 മിനിറ്റ്. അതുകൊണ്ട് ഇപ്പോൾ പുതിയ പരമ്പരകൾ വരുന്നത് OTT പ്ലാറ്റ്ഫോംസിൽ ഇതൊരു പുതിയൊരു പ്രവണതയാണ്. 1 മിനിറ്റ് സീരിയൽസ് ആണ്. നമ്മൾ ഒരു 10, 20, 50 എപ്പിസോഡ് എന്നൊക്കെ പറയില്ലേ, അത് ചിലപ്പോൾ 100, 200 ഉണ്ടാവും. പക്ഷെ ഒരു എപ്പിസോഡ് 1 മിനിറ്റ് ആണ്. അത് പറഞ്ഞു പോവാണ്, ഒരു കഥ തന്നെ. അങ്ങനെ ചൈനീസ് ആർ ബിഗ് എക്സ്പേർട്സ് ഇൻ ദിസ്. അതൊരു വലിയ ഇൻഡസ്ട്രി ആക്കി മാറ്റിയിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് അത് വന്നിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ OTT പ്ലാറ്റ്ഫോംസ് 1 മിനിറ്റ് സീരിയൽസ്. അത് ഒരു വിധത്തിൽ നോക്കിയാൽ വലിയ ചാലഞ്ചാണ്. കാരണം ഒരു കഥ പറഞ്ഞിട്ട് 1 മിനിറ്റിനുള്ളിൽ അടുത്തത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റ് നിർത്തുക എന്ന് പറയുന്നത് ഇറ്റ് റിക്വയർസ് ഗ്രേറ്റ് എക്സ്പെർട്ടീസ്. അത് ഈ അഡ്വർടൈസേഴ്സ് ആർ പെർഫെക്റ്റ് ഇൻ ദാറ്റ്. അതിൽ തെറ്റുണ്ടെന്ന് നമ്മൾ അതിലൊരു വാല്യൂ ജഡ്ജ്മെന്റ് പാടില്ല, തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ അതിൽ സം തിങ്സ് ആർ സാക്രിഫൈസ് ബട്ട് ന്യൂ പോസിബിലിറ്റീസ് ആർ അറൈവിങ്. ഇപ്പോൾ ഒരു അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കോടികളൊക്കെ ചിലവാക്കിയിട്ടാണ് ചിലപ്പോൾ 1 മിനിറ്റിന്റെ ഒരു ആഡ് ഉണ്ടാക്കുന്നത് അല്ലേ. അത് നമ്മൾ സിനിമയിൽ കാണുന്നുണ്ട്, TV കാണുന്നുണ്ട്. But in 1 minute, that stays in your mind more than a film which you saw for 2.5 hours. Why? Because it is made so effectively. അതിലൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഉണ്ട്. And art may not be much, but there's tremendous. അപ്പോൾ ഈ ടെക്നോളജി ലെൻസ് ഇറ്റ് സെൽഫ് ടു കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ ദാറ്റ് ഫോം, ഡിജിറ്റൽ ടെക്നോളജി. കാരണം അതിൻ്റെ രീതി അതാണ്. സോ ആ ഒരു അറ്റൻഷൻ ടൈം സ്പാൻ കൊളാപ്സിങ് ആർട്ടിലും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. അതിന് കൗണ്ടറായിട്ട് ഒരു ലോങ്ങർ ഫോം സിനിമയും അല്ലെങ്കിൽ ഗാഠമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും മറ്റ് ചില കലകളിൽ അതിന് പ്രാധാന്യം ഉണ്ടാവും. സോ ഈ ഒരു ഡയലക്റ്റിക് വിൽ ബി ഇൻ പ്രോസസ്. ഐ തിങ്ക് ദ ലോങ് ഫോം ആൻഡ് ദ വെരി ഷോർട്ട് ഫോം, the minute and the very expansive.
ജേർണലിസത്തിലുണ്ട് ഇപ്പോൾ. സ്ലോ ജേർണലിസം എന്ന് പറഞ്ഞ ഒരു പുതിയ പ്രയോഗം വന്നിട്ടുണ്ട്. കാരണം എല്ലാം ഫാസ്റ്റ് ജേർണലിസം ആണല്ലോ. ഇത് നടന്നു, അത് നടന്നു, വന്നു, ഹെഡ്ലൈൻസ്, ബ്രേക്കിംഗ് ന്യൂസ്, ഒക്കെ ഒരു തിരക്ക്, ബ്രെത്ത്ലെസ്നെസ് ആണ്. അതിന് എതിരായിട്ട് സ്ലോ ജേർണലിസം, ലോങ് ഫോം ജേർണലിസം, മെഡിറ്റേറ്റീവ് ജേർണലിസം, കോൺടെംപ്ലേറ്റീവ് ജേർണലിസം എന്നൊക്കെ യു വിൽ ഫൈൻഡ് ടെർമിനോളജീസ് ലൈക്ക് ദിസ് ഡെവലപ്പിംഗ്. അതുപോലെ തന്നെയാണ് ഈ ആർട്ടിലും. അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ. പിന്നെ ഈ ആർട്ട് മുഖാന്തരമാണ് നമ്മൾ സത്യത്തെ ശരിക്കും കണ്ടെത്താൻ പറ്റുക എന്നുള്ളതിന് ഒരു മാതൃകയായിട്ട് കാൾ മാർക്സ് അദ്ദേഹത്തിന്റെ കണ്ടംപററി ആയിരുന്നു ടോമസ് മാൽത്തൂസ്. മാൽത്തൂസ് എന്ന് പറയുന്നത് 19ാം നൂറ്റാണ്ടിലെ മോസ്റ്റ് ഫേമസ് ഇക്കോണമിസ്റ്റ് ആയിരുന്നു. കെയ്ൻസിനൊക്കെ തൊട്ട് മുമ്പായിട്ട്. അന്ന് മാർക്സും അദ്ദേഹത്തിന്റെ കണ്ടംപററിയാണ് അവർ. അപ്പൊ മാർക്സ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക്, കാരണം മാൽത്തൂസിനെ പറ്റി പലർക്കും അറിയാമായിരിക്കും. തോമസ് മാൽത്തൂസ് അദ്ദേഹമാണ് ഈ പോപ്പുലേഷൻ ഇൻക്രീസസ് ജോമെട്രിക്കലി, ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് ഓൺലി അരിത്മെറ്റിക്കലി, സോ ദർ വിൽ ഓൾവേസ് ബി ഫാമിൻ എന്നുള്ള ഒരു തിയറി. that has been discredited later, but that was a theory that held for a very long time. പക്ഷെ അദ്ദേഹം മാർക്സ് പറഞ്ഞത്, ഇഫ് യു വാണ്ട് ടു നോ അബൌട്ട് കണ്ടംപററി സൊസൈറ്റി, സമകാലീന സമൂഹത്തെ പറ്റി നിങ്ങൾക്ക് ശരിക്കുള്ള മനസ്സിലാക്കണമെങ്കിൽ ഡോണ്ട് റീഡ് തോമസ് മാൽത്തൂസ്, റീഡ് ചാൾസ് ഡിക്കൻസ് എന്നാണ് പറഞ്ഞത്. ചാൾസ് ഡിക്കൻസ് ഇസ് എ നോവലിസ്റ്റ്, ഹി റൈറ്റ്സ് ഫിക്ഷൻ. പക്ഷെ ആ കാലത്തെ ഇംഗ്ലണ്ടിനെ പറ്റി ഭംഗിയായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓൾമോസ്റ്റ് an in-depth, insightful idea you get when you read novels of Charles Dickens. So art is really far more powerful in indicating the truths of an epoch, the truths of an era, and truths which transcend generations. അതുകൊണ്ട് the passion for cinema that Cherian and his team have inculcated in this crucible of culture of Kerala called Thrissur is something that must be fostered, must be nourished. I'd like to congratulate the Film Society, Cherian, and all of you on this occasion. And I'm so happy to be able to declare this wonderful festival open. Thank you. സിനിമകൾ കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ സംഭാഷണത്തിന് മുതിരുന്നില്ല. തൃശ്ശൂർ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയോട് എനിക്ക് വളരെ പേഴ്സണലായിട്ടുള്ള ബന്ധമാണുള്ളത്. വളരെ ലോങ് ടൈം റിലേഷനുണ്ട്. ഒട്ടേറെ തവണ സിനിമകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒട്ടേറെ തവണ ജൂറിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിലൊക്കെ ഉപരി ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക അന്തരീക്ഷത്തിൽ ഇത്തരത്തിലൊരു ചലച്ചിത്രമേള വലിയ സപ്പോർട്ടൊന്നുമില്ലാതെ, വലിയ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊന്നും തന്നെ ഇല്ലാതെ, ഒരു മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ മാത്രം സഹായത്തോടു കൂടി ഇത്ര ഒരു ലോങ് ഡ്യൂറേഷൻ നടത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതൊരു ചെറിയ പോലെയൊക്കെയുള്ള 1-2 പേരുടെ വ്യക്തിപരമായ പാഷൻ്റെ പുറത്ത് മാത്രം നടന്നു പോകുന്നതാണ്. അത് മൂലധനത്തിൻ്റെ പുറത്തല്ല. എനിക്ക് തോന്നുന്നു ഈ ചലച്ചിത്രമേള ഇത്ര കാലം പോയത് മൂലധനത്തിൻ്റെ പുറത്തല്ല, മറിച്ച് പാഷൻ്റെ മാത്രം പുറത്താണ്. ആ ഒരു ഫെസ്റ്റിവൽ നടത്തുക, ആ ഫെസ്റ്റിവലിലേക്ക് മെച്ചപ്പെട്ട സിനിമകൾ കൊണ്ടുവരിക, അത് തൃശ്ശൂരിലെ മാത്രമല്ല കേരളത്തിലെ പല കോണുകളിൽ നിന്നും വരുന്ന ആളുകൾക്ക് മുമ്പാകെ സിനിമകൾ പ്രദർശിപ്പിക്കുക, പുതിയ ചലച്ചിത്ര പ്രവർത്തകരെ കണ്ടെത്തുക, അവരെ കൊണ്ടുവരിക, അവരുമായിട്ടുള്ള സംവാദങ്ങളൊക്കെ സംഘടിപ്പിക്കുക എന്നുള്ള തരത്തിൽ ഒരു ചലച്ചിത്രമേളയെ അതിൻ്റെ ഒരു അന്തസ്ഥയോടുകൂടി പുലർത്തുന്നു എന്ന് പറയുന്നത് അവരുടെ ഒരു പാഷനാണത്. നമുക്ക് 20 വർഷം ഇങ്ങനെ തുടർച്ചയായിട്ട് കൊണ്ടുപോകും. 1-2 വർഷം കഴിയുമ്പോൾ നമുക്ക് മടുക്കും. ഞാൻ അടൂരിൽ ചെറിയ ചലച്ചിത്രമേള നടത്തുന്നുണ്ട് ഞങ്ങളൊക്കെ. 9 വർഷമായപ്പോൾ നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും അതിൻ്റെ സംഘാടനം പറയും നിർത്തി, ഇതോടുകൂടി ഞങ്ങൾ നിർത്തി, ഇനിയില്ല, അടുത്ത തവണ ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത് എന്ന് പറഞ്ഞിട്ട് സംഘാടകരെല്ലാം പരസ്പരം 5-6 പേരേ ഉള്ളൂ. ആ സംഘാടകർ തമ്മിൽ പറഞ്ഞിട്ട് പിരിയുകയാണ് പതിവ്. വീണ്ടും പക്ഷേ അടുത്ത ഫെസ്റ്റിവലിൻ്റെ സമയമാകുമ്പോൾ എല്ലാവരും അവിടെ നിന്നൊക്കെ വിളിച്ചു തുടങ്ങും, എങ്ങനെയാണ് നമുക്ക് നടത്തണ്ടേ എന്നൊക്കെ. ഇവിടെ അങ്ങനെ വിളിക്കാൻ പോലുള്ള ആളുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് പേരും ചിരഞ്ജൻ്റെ പുറകെയുള്ള കുറച്ച് സംഘങ്ങളുമാണ്. അവരെ ഈ 20 വർഷം കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ എല്ലാ സാമ്പത്തിക പരാധീനകളിലും നിന്ന് കൊണ്ടുപോകുന്നത് ഒരു സിനിമയുടെ ഊർജ്ജം മാത്രമാണ്. സിനിമ എന്ന് പറയുന്ന ഒരു കലയോടുള്ള, അതിൻ്റെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുള്ള ഊർജ്ജം കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ സ്വാഗത പ്രസംഗത്തിൽ പറയുന്നത് കേട്ടു, ഈ തിയേറ്റർ പോലും ഏതാണ്ട് മൊത്തം പൈസ അടച്ചിട്ടാണ് ഇത്തവണ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്ന് തോന്നി. കാരണം ഇതൊരു സർക്കാർ തിയേറ്ററിലാണ് നമ്മൾ നടത്തുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള അല്ലെങ്കിൽ ഏറ്റവും തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന
ഒരു ചലച്ചിത്രമേളയാണ്, ഒരു പ്രാദേശിക ചലച്ചിത്രമേളയ്ക്ക് അപ്പുറത്തേക്ക് വളർന്നിരിക്കുന്ന ഒരു ചലച്ചിത്രമേളയാണ്. ഇത്രയേറെ കോമ്പറ്റീഷൻ സെക്ഷനൊക്കെ ഒരുപക്ഷെ IFFK കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മാത്രമാണുള്ളത്. അപ്പോൾ അത്രയേറെ അവാർഡുകളൊക്കെ കൊടുക്കുന്ന ഒരു ചലച്ചിത്രമേള നടത്തുമ്പോൾ ആ ചലച്ചിത്രമേളയ്ക്ക് ഒരു കൺസെഷൻ റേറ്റ് പോലും സർക്കാരിൻ്റെ തിയേറ്ററിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറേ കാലമായിട്ട് ഇതൊക്കെ പറയുന്നതുകൊണ്ട് അതിനകത്ത് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കരയാനാണ് തോന്നാറുള്ളത്. അപ്പോൾ സർക്കാരിൻ്റെയൊക്കെ പോളിസികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഇത്തരം സിനിമകളെ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ചോദിച്ചാൽ നമ്മൾ വലിയ കോൺക്ലേവുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി സിനിമയ്ക്ക്, നല്ല സിനിമകൾക്ക് എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ മൊത്തം പൈസ കൊടുത്തിട്ട് ഈ ഒരു അന്താരാഷ്ട്ര ചലച്ചിത്രമേള നമുക്കൊരു 4-5 ദിവസം ഇവിടെ നടത്തേണ്ടി വരുന്നത്. ഒരു കൺസൾട്ട് റേറ്റ് പോലും കിട്ടുന്നില്ല എന്നുള്ളത് സത്യത്തിൽ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഞാനും പ്രിയാട്ടിനോട് ഇരിപ്പുണ്ട്. ഞങ്ങളൊക്കെ സിനിമകൾ എടുക്കുന്നത് പോലും വലിയ കഷ്ടപ്പാടാണ്. ഞങ്ങൾ എങ്ങനെയാണോ തുടങ്ങിയത്, ഒരു 10 വർഷം മുമ്പാണ് ഞങ്ങൾ തുടങ്ങുന്നത്. 10 വർഷം മുമ്പ് ഞങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയത്, അതിൽ നിന്ന് 1 ഇഞ്ച് പോലും ഈ ഇത്തരത്തിലുള്ള ആർട്ടിസ്റ്റിക് സിനിമകളുടെ ഒരു പ്രൊഡക്ഷനുള്ള ഒരു സാഹചര്യമോ അത് കാണിക്കാനുള്ള ഒരു സാഹചര്യമോ അതിൽ നിന്ന് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ സമകാലികമായൊരു അവസ്ഥ എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവാത്ത എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എല്ലാ ഫിലിം മേക്കേഴ്സും ഇപ്പോൾ ഞങ്ങളൊക്കെ തന്നെയും വളരെ ബുദ്ധിമുട്ടുകളാണ് സിനിമ എടുക്കുന്നത്. എന്നാൽ ഇത്ര ബുദ്ധിമുട്ടി എന്തിനാണ് സിനിമ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ചലച്ചിത്രമേള നടത്തുന്ന കാര്യം പോലെയാണ്. അതൊരു പാഷനാണ് നമ്മളൊരു സിനിമ എടുക്കാനുള്ളത്. അപ്പോൾ കേരളത്തിലുള്ള എല്ലാ ചലച്ചിത്രകാരന്മാരും അങ്ങനെ ഒരു സീരിയസ് ആയ സിനിമയെ സമീപിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ്. അവരുടെ ഒരു ബുദ്ധിമുട്ടി അവർ സിനിമകൾ ചെയ്യുന്നു. ഇത്തരത്തിൽ ഫിലിം സൊസൈറ്റികൾ, ചില വ്യക്തികൾ അവരുടെ ഒരു പാഷൻ്റെ പുറത്ത് ഫിലിം സൊസൈറ്റികൾ അവർ ചലച്ചിത്രമേളകൾ നടത്തുന്നു. ആ ചലച്ചിത്രമേളകളിലൂടെയാണ് ഈ സിനിമകൾ കാണികളിലേക്ക് എത്തുന്നത്. ഇവിടെ തന്നെ കാണിക്കുന്ന പല മലയാള സിനിമകളും പല ഇന്ത്യൻ സിനിമകളും നിങ്ങൾക്ക് അതല്ലെങ്കിൽ മറ്റൊരു വേദിയിൽ കാണാൻ പറ്റില്ല. ഒരു കൊമേഴ്ഷ്യൽ തിയേറ്ററിലോ OTTയിലോ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾക്കത് ഇത്തരത്തിൽ ചലച്ചിത്രമേളകൾ നടത്തുമ്പോഴാണ് കാണാൻ പറ്റുന്നത്. അത് തന്നെയാണ് ഫിലിം സൊസൈറ്റികളുടെ ഒരു പ്രത്യേകതയും. അവർ ഇത്തരത്തിലുള്ള ധീരമായ സിനിമകളെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരേ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഫിലിം സൊസൈറ്റികളുടെ ചലച്ചിത്രമേളകളാണ്. അപ്പോൾ ആ ചലച്ചിത്രമേളകളെ സപ്പോർട്ട് ചെയ്യുക, അത്തരത്തിൽ ഫിലിം മേക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക, അത്തരത്തിൽ സിനിമകൾ ഉണ്ടാക്കുവാനും കാണിക്കുവാനുമുള്ള ഒരു സാംസ്കാരിക അന്തരീക്ഷം ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുണ്ടാവുന്നില്ല എന്നുള്ള ഒരു ദുഃഖം കൂടി എല്ലാ വർഷം പോലെ പതിവ് പോലെ പങ്കുവെച്ചുകൊണ്ട് ഈ ചലച്ചിത്ര മേളയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. എല്ലാ പരാധീനതകൾക്കിടയിലും ഈ 20, 30, 40, 50 ഒക്കെ ആയി മാറട്ടെ. കുര്യൻ ചേട്ടനും പിന്നിലുള്ള എല്ലാവർക്കും അതിൻ്റെ ഒരു ആ ഊർജ്ജത്തിനുള്ള ആശംസകൾ കൂടി അറിയിച്ചുകൊണ്ട് എല്ലാ ആശംസകളും. വേദിയിലെയും സദസ്സിലെയും പ്രിയപ്പെട്ടവരെ, തൃശ്ശൂരിലെ സിനിമാ പൂരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് ഔപചാരികമായ നന്ദി പറയാനാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതിഥികളായി എത്തിയ എല്ലാവർക്കും, ഈ സിനിമയുടെ എല്ലാ തരത്തിലും ഭാഗവാക്കാക്കാൻ എത്തിയ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇത് വെറും വാക്കല്ല, ഹൃദയത്തിൽ നിന്നുള്ളതാണ്. ബിക്കോസ് അത്രയേറെ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾക്ക് ഊർജ്ജം തരുന്നുണ്ട്. ഒരു വാക്കുകൂടെ പറയട്ടെ. ചിത്രാംഗന എന്ന ഫിലിം സൊസൈറ്റിയുടെ പേരിൽ ഞങ്ങൾക്കും IFFTയോട് തീരാത്ത കടപ്പാടുണ്ട്. 2 മാസം മുമ്പാണ് തുടങ്ങിയത്. 105 സ്ത്രീകളുണ്ട്. അതിൽ 40ഓളം പേർ ഈ സിനിമ കാണുന്നുണ്ട്. ഇതിന് ഞങ്ങളെ പ്രാപ്തരാക്കുക എന്ന് തന്നെ പറയാം. ഒപ്പം കൂട്ടിയതിനും വ്യക്തിപരമായി ചെറിയാൻ സാറിനോടും ബാക്കി എല്ലാവരോടും നന്ദി പറയുന്നു. നന്ദി. Ser ou não ser, eis a questão. Será mais nobre em nosso espírito sofrer pedras e flechas?
बस 2 दिन हो गए दूध उतरला ऐसे भूखे रोबे थे। ये बेरिया तो तीनों गांव के कीर्तनिया सब जुटे लगते से शनिचर हमले के परछाई के मनाई हो डिग्री से कोस भर आगे एगो नया भट्टी चालू हो लिए जाए तुक ओकरे मजूरी मांगे टम टम